തിരുവനന്തപുരത്ത് പോലീസ് ജീപ്പ് തടഞ്ഞ് CPM DYFI പ്രവർത്തകർ. പോലീസുകാർക്ക് നേരെ ഭീഷണിപ്പെടുത്തി ഫ്ലക്സ് ബോർഡ് നശിപ്പിച്ചത് കേസെടുത്തപ്പോൾ പ്രകോപനമായിരുന്നു. അനുപേ, പോലീസ് ജീപ്പ്, അതായത് SHO സഞ്ചരിക്കുന്ന ജീപ്പ് തടഞ്ഞ് അസഭ്യം പറയലും ഭീഷണിയും. ഇത് തിരുവനന്തപുരം നഗരൂരിലാണ് ഈ സംഭവം. ഈ സംഭവങ്ങളുടെ തുടക്കം കഴിഞ്ഞ ദിവസം DYFIയുടെ പ്രതിഷേധ പ്രകടനം മുതലാണ്. ആരോഗ്യമന്ത്രിക്ക് പരിക്കേറ്റ സംഭവത്തിൽ പ്രതിഷേധിച്ച് DYFI വെള്ളലൂർ മേഖലയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. ആ പ്രകടനത്തിനിടെ കോൺഗ്രസിന്റെ ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ചു. കോൺഗ്രസ് പ്രവർത്തകരുമായി വാക്കുതർക്കമുണ്ടായി. അതിൽ പരാതി പോയിരുന്നു നഗരൂർ സ്റ്റേഷനിൽ. അതിൽ ഈ DYFI പ്രവർത്തകരെ പ്രതി ചേർക്കാൻ നോട്ടീസ് നൽകാൻ പോലീസ് എത്തിയപ്പോഴാണ് ഈ പ്രകോപനങ്ങളുടെ തുടക്കമുണ്ടാകുന്നത്. നോട്ടീസ് നൽകാൻ എത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ നാട്ടിൽ ക്രമസമാധാനം നിലനിർത്തേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ദുരവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത്. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളം എങ്ങോട്ടാണ് പോകുന്നത്? നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ഒരു അവസ്ഥയാണെങ്കിൽ സാധാരണപ്പെട്ട ജനങ്ങൾ ഇനി മുതൽ അങ്ങോട്ട് എങ്ങനെ നടു റോഡിൽ ഇറങ്ങി നടക്കും? നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഈ കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്? ഇതിനൊക്കെ ഒരു അറുതി വരുത്താൻ ഇതെന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ കമന്റ് ചെയ്യുക. ദിവസവും വരുന്ന വാർത്തകളാണിത്.